ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളയുടെ വിവാദ പ്രസ്താവനയിലേക്കാണ്. ആദ്യം ചൈനയും പാകിസ്ഥാനും ശക്തരായ അയൽക്കാരെന്ന ഫാറൂഖ് അബ്ദുള്ള, കശ്മീരിൽ സമാധാനമില്ല, പാകിസ്ഥാനുമായി ചർച്ച നടത്താതെ ഭീകരവാദം അവസാനിക്കില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏറ്റുമുട്ടലിലൂടെ ഭീകരവാദികളെ ഇല്ലാതാക്കുന്ന നടപടി ഖേദകരമെന്നാണ് ഫാറൂഖ് അബ്ദുള്ളയുടെ നിരീക്ഷണം. ആർട്ടിക്കിൾ 370 റദ്ദാക്കി 6 വർഷം പിന്നിടുമ്പോഴാണ് ഫാറൂഖ് അബ്ദുള്ളയുടെ ഈ വിവാദ പ്രസ്താവന പുറത്തെത്തിയിരിക്കുന്നത്. See, where will you maintain peace? I don't see the peace coming. I think we're living in a fool's paradise thinking that peace is going to come overnight. We have a strong neighbor, whether it's China, whether it's Pakistan. Somehow we have to find a way out. War is not a way out. War has never been. Finally, you have to use pen. You have to discuss things on the table. How does it hurt us? They say, no, till the last gunfire is over, we're not going to talk. I'm very sorry to say that I feel sad the way we are going. And I feel sad that what is the future of this nation? ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, എന്തൊക്കെയാണ് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞത്? ജമ്മു കാശ്മീരിൽ സമാധാനം ഉറപ്പാക്കുന്നതിനായി ഭീകരതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള മറുപടി നൽകുമെന്നും ഒപ്പം ഭീകരത അതിർത്തി കടന്നുകൊണ്ട് ഭീകരത കയറ്റിവിടുന്ന പാകിസ്ഥാനെതിരെ ഇനി ചർച്ചയില്ലെന്നും കനത്ത മറുപടി ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പാകിസ്ഥാനും ഭീകരരും ഒരുപോലെ അനുഭവിക്കേണ്ടി വരുമെന്നും രാജ്യം ഒരുമിച്ച് നിന്ന് പറയുമ്പോഴാണ് ജമ്മു കാശ്മീരിൽ നിന്നുകൊണ്ട് ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെ മേധാവിയുമായിട്ടുള്ള ഫാറൂഖ് അബ്ദുള്ള അവർ ശക്തരാണ്, അത് പാകിസ്ഥാനാണെങ്കിലും ചൈനയാണെങ്കിലും അവർ ശക്തരാണ്, യുദ്ധം കൊണ്ടല്ല മറിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കണമെന്ന പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഭാരതം നേരത്തെയും മുൻകൈയെടുത്തതാണ്. അതായത് ഭാരതത്തിന്റെ മുൻ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ അയൽ രാജ്യത്തോട് ഒരിക്കലും യുദ്ധമല്ല, സമാധാനത്തിലൂടെ മുൻപോട്ട് പോകണമെന്ന ആഗ്രഹം തന്നെയായിരുന്നു ഭാരതത്തിനുള്ളത്. അതിന്റെ ഭാഗമായും അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാർ ലാഹോറിലെത്തി അല്ലെങ്കിൽ ആ സമയത്ത് നടത്തിയിട്ടുള്ള ചർച്ചകളെല്ലാം നമുക്കറിയാം. പക്ഷേ അത്തരം ചർച്ചകൾ നടത്തുമ്പോഴും പിറകിലൂടെ ഭാരതത്തെ ആക്രമിക്കാനും ഭാരതത്തിനകത്തേക്ക് ഭീകരരെ കയറ്റിവിടാനും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനോട് ഇനി ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാത്തതുവരെ ചർച്ചയില്ല എന്നും അതിശക്തമായിട്ടുള്ള സൈനിക നടപടി രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ അഖണ്ഡതയെയും ജനങ്ങളുടെ സമാധാനത്തെയും ചോദ്യം ചെയ്ത് ഇനിയൊരു തരിമ്പ് മുൻപോട്ട് പോയാൽ അതിശക്തമായിട്ടുള്ള സൈനിക നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ സൈനിക മേധാവിമാരും എന്തിന് ഭാരതത്തിലെ ജനങ്ങൾ പോലും ഒരുമിച്ച് നിന്ന് പറയുമ്പോഴാണ് അവർ ശക്തരാണെന്നും ചൈനയും പാകിസ്ഥാനുമായി യുദ്ധമല്ല ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ചയാണ് നടത്തേണ്ടതെന്ന് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞിട്ടുള്ളത്. നേരത്തെയും ഫാറൂഖ് അബ്ദുള്ളയും നാഷണൽ കോൺഫറൻസും ഭീകരശക്തികൾക്ക് അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക ഭീകരശക്തികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ നിലവിൽ ജമ്മു കാശ്മീരിനകത്ത് സമാധാനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരികയും കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ കണക്കുകൾ നിരത്തുമ്പോഴാണ് ജമ്മു കാശ്മീരിൽ സമാധാനം വന്നിട്ടില്ല എന്നും അർദ്ധരാത്രി സമാധാനം വരുമെന്ന് വിചാരിക്കുന്ന വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നമ്മളിപ്പോഴുള്ളത് എന്ന പ്രസ്താവനയും ഫാറൂഖ് അബ്ദുള്ള നടത്തിയിട്ടുള്ളത്. ഫാറൂഖ് അബ്ദുള്ളയുടെ ഭരണകാലത്താണെങ്കിലും പിന്നീട് രാജ്യം UPA ഭരിക്കുമ്പോഴാണെങ്കിലും എല്ലാം തന്നെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് ഭീകരാക്രമണങ്ങളിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സംഭവങ്ങളിൽ 80% കുറവ്, അതായത് വലിയ തോതിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ ഒഴിവാക്കുന്നു. സാധാരണക്കാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നേരെ ഭീകരവാദികളുടെ പിന്തുണയോടെ ജമ്മു കാശ്മീരിൽ അരങ്ങേറിയിരുന്ന കല്ലേറ് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ സാധിക്കുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ ഒരു പരിധിവരെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നുഴഞ്ഞുകയറ്റം 80% കുറയ്ക്കാൻ സാധിക്കുന്നു. അത്തരത്തിൽ വലിയ ഇടപെടലുകൾ ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് ജമ്മു കാശ്മീരിന്റെ മണ്ണിലുണ്ടാക്കുകയും സമാധാന പ്രവർത്തനങ്ങളിലേക്ക് കശ്മീർ താഴ്വര നീങ്ങുമ്പോഴുമാണ് സമാധാനം എത്തിയിട്ടില്ല എന്നും പാകിസ്ഥാനുമായി ചർച്ചയാണ് വേണ്ടത് എന്നുള്ളതും ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞത്. ഒപ്പം ദേശീയ മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഇക്കാര്യം ഫാറൂഖ് അബ്ദുള്ള ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം ഫാറൂഖ് അബ്ദുള്ളയോട് ആ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് കുൽഗാം ഉൾപ്പെടെയുള്ള സൈന്യത്തിൻ്റെ ഓപ്പറേഷൻ മഹാദേവിലൂടെ ഉൾപ്പെടെ
ഭീകരവാദികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഐ ഫീൽ സാഡ് എന്നുള്ളതാണ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞിട്ടുള്ളത്. ഇതല്ല രീതി, മറിച്ച് ചർച്ചകൾ നടത്തണം, ഇത്തരത്തിൽ ഗൺ ഫൈറ്റുകൾ കൊണ്ട് കാര്യമില്ല എന്നും ഫറൂഖ് അബ്ദുള്ള പറയുമ്പോൾ ഫറൂഖ് അബ്ദുള്ളയും നാഷണൽ കോൺഫറൻസും ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന വലിയ ചോദ്യമാണ് ബാക്കിയാകുന്നത്. പ്രത്യേകിച്ച് നിലവിൽ നാഷണൽ കോൺഫറൻസിന്റെ ഒമർ അബ്ദുള്ളയുടെ ഭരണത്തിന് കീഴിലാണ് ജമ്മു കാശ്മീരിലുള്ളത്. അവർ സംസ്ഥാന ഭരണം അല്ലെങ്കിൽ സംസ്ഥാനം എന്നുള്ള പൂർണ്ണാധികാരം തിരിച്ചു നൽകണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള തീരുമാനത്തിലുള്ള ആലോചനകൾ സജീവമായി നടക്കുന്ന സമയം കൂടിയാണിത്. ആ സമയത്താണ് ജമ്മു കാശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി തിരികെ നൽകിക്കൊണ്ട് ഭാരതത്തിലെ മറ്റേതൊരു ഭൂപ്രദേശം പോലെ ജമ്മു കാശ്മീരിനെയും മാറ്റിയെടുക്കുക എന്ന പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുമ്പോഴാണ് ഇത്തരം ഗൺ ഫൈറ്റുകൾ കൊണ്ട്, ഭീകരവാദികൾക്കെതിരെയുള്ള ഗൺ ഫൈറ്റുകൾ കൊണ്ട് കാര്യമില്ല എന്നും അത് ഖേദകരമാണെന്നും പാകിസ്ഥാനുമായി ചർച്ചയാണ് വേണ്ടത് എന്നും നാഷണൽ കോൺഫറൻസിന്റെ മേധാവി തന്നെ തുറന്നു പറയുന്നത്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ട്. കാരണം ഇന്നത്തെ ദിവസം എന്നുള്ളത് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തെ ഒരു നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ദിവസമാണ്. ഓഗസ്റ്റ് 5, 2019 ഓഗസ്റ്റ് 5-നാണ് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടത്. 6 വർഷം പിന്നിടുമ്പോൾ ശരിയാണ്, ഇപ്പോഴും ചില ഭീകരാക്രമണങ്ങൾ നടക്കുന്നു. പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ മുൻപ് തുടർച്ചയായി വെടിവെച്ചകൾ ഉയർന്നു കേട്ടിരുന്ന, മുൻപ് തുടർച്ചയായി ഭീകരവാദികൾ യഥേഷ്ടം ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്ന മേഖലയിൽ ഇന്ന് അവിടുത്തെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് ഭീകരവാദ റിക്രൂട്ട്മെന്റിലേക്ക് യുവാക്കൾ പോകുന്നത് തടഞ്ഞുകൊണ്ട് ആ ഭീകരാക്രമണങ്ങളിൽ വലിയ കുറവ് വരുത്താനും ഒപ്പം ഭീകരാക്രമണങ്ങളിൽ സാധാരണക്കാരുടെയും സുരക്ഷാ ജീവനക്കാരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ കുറയ്ക്കാനും സാധിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിനെ മുൻപോട്ട് നയിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപക്വമായ പ്രസ്താവനകൾ അല്ലെങ്കിൽ ഭീകരശക്തികൾക്ക് പിന്തുണ നൽകുന്ന പ്രസ്താവനകൾ ഫറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അനു, ജിഷ്ണു ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് മുഖ്യമന്ത്രി. ഈ ജമ്മു കാശ്മീരിൽ സമാധാനമില്ല എന്ന് ഫറൂഖ് അബ്ദുള്ള പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിനും അത് റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിക്കും ഒക്കെ അതിന് ഉത്തരവാദിത്വം സ്വാഭാവികമായും ഉണ്ടാവേണ്ടതാണ്. അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിയും പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ ഫറൂഖ് അബ്ദുള്ളയും ഏറ്റെടുക്കേണ്ടതുമാണ്. തീർച്ചയായും അത്തരത്തിലുള്ള ഉത്തരവാദിത്വം നാഷണൽ കോൺഫറൻസിനും നിലവിലെ സർക്കാരിനും ഉണ്ട് എന്നിരിക്കെ തന്നെ അത്തരം ഉത്തരവാദിത്തങ്ങൾക്കപ്പുറത്തേക്ക് ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള നാഷണൽ കോൺഫറൻസിന്റെ ചില നേതാക്കളുടെ പലപ്പോഴുമുള്ള പ്രതികരണങ്ങൾ തീവ്ര ഇസ്ലാമിക ഭീകര ശക്തികൾക്ക് അനുകൂലമാകുന്ന സാഹചര്യം, അവരിപ്പോഴും ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള സാഹചര്യം ജമ്മു കാശ്മീരിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ എപ്പോഴും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭരണത്തിന് കീഴിൽ, അവരുടെ നിയന്ത്രണത്തിന് കീഴിൽ ജമ്മു കാശ്മീർ എന്ന ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകം നിൽക്കണമെന്ന ധാരണ ഇപ്പോഴുമുള്ള ആളുകളാണ് ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ എന്ന് നമുക്ക് അവരുടെ പ്രതികരണത്തിൽ നിന്ന് വിലയിരുത്താവുന്നതാണ്. നമ്മുടെ നിരീക്ഷണം എന്നതിനപ്പുറത്തേക്ക് മുൻപും ഇപ്പോഴും നിലവിലെ കാലഘട്ടങ്ങളിലും ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് അത്തരം ഒരു വിലയിരുത്തലിലേക്ക് എത്താൻ സാധിക്കാവുന്നതാണ്. നിലവിൽ ജമ്മു കാശ്മീർ ഭരിക്കുന്നത് ഒമർ അബ്ദുള്ള സർക്കാരാണ്. നാഷണൽ കോൺഫറൻസിന്റെ ഭരണമാണ്. ആ സംസ്ഥാനത്ത് ചില പരിമിതികളുണ്ട് എങ്കിൽ പോലും, അതായത് പൂർണ്ണ സംസ്ഥാനം എന്നുള്ള അധികാരമില്ല എങ്കിൽ പോലും അവിടെ സമാധാനം ഉറപ്പാക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള ഉത്തരവാദിത്തം നാഷണൽ കോൺഫറൻസ് സർക്കാരിനുണ്ട്. അതിൽ നിന്നെല്ലാം അല്ലെങ്കിൽ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഭീകരവാദികൾക്കെതിരെ നടക്കുന്ന ഗൺ ഫൈറ്റുകൾ, രാജ്യം വലിയൊരു പോരാട്ടമാണ് ഭീകര ശക്തികൾക്കെതിരെ ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായി നിരവധി ധീര ജവാന്മാർ രാജ്യത്തിന് വേണ്ടി, ഭാരതാംബയ്ക്ക് വേണ്ടി ജീവൻ ബലി നൽകിയിട്ടുണ്ട്. അത്തരത്തിലൊരു വലിയ പോരാട്ടം നടത്തുമ്പോൾ അത്തരത്തിലുള്ള ഗൺ ഫൈറ്റുകൾ കൊണ്ട് കാര്യമില്ല. അത് തനിക്ക് ഖേദകരമായ, അതൊരു സങ്കടമായ വസ്തുതയാണ് തോന്നുന്നത് എന്ന് പറയാനുള്ള ധൈര്യം എങ്ങനെ നിലവിൽ ഫറൂഖ് അബ്ദുള്ളയ്ക്ക് ഉണ്ടായി എന്ന ചോദ്യവും ബാക്കിയാണ്. ഏതായാലും ഭീകരശക്തികൾക്ക് അനുകൂലമായ ഒപ്പം പാകിസ്ഥാനെതിരെ അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും. ഇനി ചർച്ചയില്ല എന്ന് രാജ്യം ഒറ്റക്കെട്ടായി പറയുമ്പോഴും പാകിസ്ഥാനുമായി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച നടത്തണമെന്നാണ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി, ദിസ് വാസ് ദ റൈറ്റ് മെത്തേഡ് ടു റിപ്ലൈ എന്നാണ് ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് അന്ന് ഫറൂഖ് അബ്ദുള്ളയുടെ മകനും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള ആദ്യം പ്രതികരിച്ചിരുന്നത്. നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ്. പിന്നീടും പല വേദികളിൽ അദ്ദേഹം ഇത് ആവർത്തിച്ചിരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ടോ? പ്രത്യേകിച്ച് ഏറ്റുമുട്ടലിലൂടെ ഭീകരരെ ഇല്ലാതാക്കുന്ന നടപടി ഖേദകരമെന്നൊക്കെയാണല്ലോ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത്.
അത്തരം പ്രതികരണങ്ങൾ, ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അവിടെ ഒമർ അബ്ദുള്ള, നേരത്തെ നമുക്കറിയാം ജമ്മു കാശ്മീരിന് പ്രത്യേക പതാകയുണ്ടായിരുന്നു, അത്തരം പതാക വേണമെന്ന് വാശി പിടിച്ചിരുന്ന നേതാക്കളായിരുന്നു നാഷണൽ കോൺഫറൻസിൻ്റെ. ഇത് പക്ഷേ പിന്നീട് മുഖ്യമന്ത്രിയായ ശേഷം ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാക ഉപയോഗിക്കുന്ന ഒമർ അബ്ദുള്ളയെ നമ്മൾ കണ്ടു. ഒമർ അബ്ദുള്ളയുടെ പ്രതികരണങ്ങളിൽ ഇത്തരത്തിൽ ഭീകരശക്തികൾക്കെതിരെ വ്യക്തമായ മറുപടികൾ നൽകണം, ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഫറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്തുനിന്ന്, ഒപ്പം നാഷണൽ കോൺഫറൻസിൻ്റെ മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ അവരിപ്പോഴും നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ജമ്മു കാശ്മീരിൻ്റെ മണ്ണ്, പ്രത്യേകിച്ച് കശ്മീർ താഴ്വര തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിൽ ഉണ്ടാകണമെന്ന് ഇപ്പോഴും എപ്പോഴും ആഗ്രഹിക്കുന്ന ചില നേതാക്കൾ ജമ്മു കാശ്മീരിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുൻപും ഇപ്പോഴും നടത്തുന്ന പ്രതികരണങ്ങളിലൂടെ നമുക്ക് ഫറൂഖ് അബ്ദുള്ളയെയും ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്താം എന്ന് തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിക്കാം. കാരണം ഫറൂഖ് അബ്ദുള്ളയുടെ ഭരണത്തിന് കീഴിൽ ജമ്മു കാശ്മീരിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അഴിഞ്ഞാടിയിട്ടുള്ള ചരിത്രം നമുക്ക് മുൻപിലുണ്ട്. 90 കാലഘട്ടത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയിട്ടുള്ള അതിക്രമവും, ഒപ്പം അവിടെ നിന്ന് കശ്മീരി പണ്ഡിറ്റുകൾക്ക് കശ്മീർ താഴ്വര വിട്ടോടേണ്ട സാഹചര്യം നമുക്ക് മുൻപിലുണ്ട്. അത്തരത്തിലുള്ള മുൻകാല പ്രവർത്തനങ്ങളും ഇപ്പോൾ നടത്തുന്ന പ്രതികരണത്തിൽ നിന്നും കശ്മീരിൻ്റെ മണ്ണിപ്പോഴും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിൽ ഉണ്ടാകണം എന്ന് കരുതുന്ന നേതാക്കളിൽ ഒരാൾ തന്നെയാണ് ഫറൂഖ് അബ്ദുള്ള. അതുകൊണ്ട് തന്നെയാണ് രാജ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് പാകിസ്ഥാന് മറുപടി നൽകണം, ഇനി പാകിസ്ഥാനുമായി ചർച്ച വേണ്ട, ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നതും ഒപ്പം ജമ്മു കാശ്മീരിൻ്റെ അതിർത്തിയിലേക്ക് ഭീകരതയെ കയറ്റിവിടുന്ന നടപടിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സൈനിക നടപടി വേണമെന്ന് ഭാരതത്തിൻ്റെ മനസ്സാക്ഷി ഒന്നാകെ പറയുമ്പോഴും പാകിസ്ഥാനുമായി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞിട്ടുള്ളത്. കൂടാതെ പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാതെ ജമ്മു കാശ്മീരിൽ ഭീകരവാദം അവസാനിക്കില്ല. ഇത്തരം ഗൺ ഫൈറ്റുകൾ, ഭീകരതയ്ക്കെതിരെ നടത്തുന്ന പോരാട്ടം, അതിൻ്റെ രീതി ശരിയല്ല, അത് ഫീൽ സാഡ് എന്നുള്ള വാക്കാണ് ഫറൂഖ് അബ്ദുള്ള ഉപയോഗിച്ചിട്ടുള്ളത്. അനു.